ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടി ഞാൻ ജിമ്മിന് വീണ്ടും റീജോയിൻ ചെയ്യാൻ പോവാണ്. ഞാൻ ഇപ്പൊ 2 മാസമായി ജിമ്മ് നിർത്തിയിട്ട് ഇപ്പൊ വീണ്ടും ജിമ്മിന് പോകാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ജിമ്മിന്റെ ബാഗ് എടുക്കണം, അതുപോലെ തന്നെ ജിമ്മിന്റെ ഷൂ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. ഷൂ ഒക്കെ പൊടി പിടിച്ചിരിക്കുകയായിരിക്കും. അപ്പൊ നമുക്ക് അതൊക്കെ എടുത്തിട്ട് നേരെ ജിമ്മിലേക്ക് പോകാവേ. ബാഗ് ഇതിൻ്റെ അടിയിലാണ് ഇരിക്കണം. ഇതാണ് നമ്മുടെ ജിം ബാഗ്. കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇനി അടുത്തത് വാച്ച് കേട്ടോ. എൻ്റെ ഗേൾ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത വാച്ചാട്ടോ. നത്തിങ്ങിൻ്റെ ജിമ്മിനൊക്കെ പോണവർക്ക് അടിപൊളി പറ്റിയുള്ള വാച്ചാണ്. ബാഗും വാച്ചൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഷൂവിന്റെ അവസ്ഥ എന്താ നോക്കാം. ഇതാണ് ഷൂ റാക്ക്. ഇതാണ് നമ്മുടെ ജിമ്മിന് പോകുന്ന ഷൂ. ഷൂവിൻ്റെ അവസ്ഥ കുറച്ച് ഷോക്കാണ്. സെറ്റാക്കി എടുക്കണം. ഇതേപോലെ തന്നെ സോക്സ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. വില കുറവ് കൊണ്ടപ്പോൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. എത്ര രൂപയ്ക്ക് മേടിച്ച് ഉണ്ടോ. പിന്നെ ജിമ്മിന് കൊണ്ടുപോകാൻ ടർക്കി. ഇപ്പോൾ ഇത് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബാഗിലേക്ക് വെക്കണം. ഇനി ഇതിൽ അതിനുശേഷം വണ്ടി എടുത്ത് നേരെ കൂട്ടുകാരനെ പിക്ക് ചെയ്തിപ്പോൾ ജിമ്മിലേക്ക് വന്നേക്കാണ്. ഞാൻ ഒറ്റയ്ക്കല്ല ജിമ്മിന് പോവാറ്, എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരൻ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ജിമ്മിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും റീജോയിൻ ചെയ്യാൻ വന്നേക്കാണ്. അപ്പോൾ ഫോർച്യൂൺ ജിമ്മിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ റീജോയിനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. കോച്ച് ആദ്യത്തെ 2 ദിവസം ഫുൾ ബോഡി വർക്കൗട്ടാണ് പറഞ്ഞത്, ബോഡി ഒന്ന് സെറ്റ് ആവാനായിട്ട്. ആദ്യമേ തന്നെ പുഷപ്പാണ് ചെയ്യുന്നത്. പുഷപ്പ് ഞാൻ ജിമ്മ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു 40 പുഷപ്പൊക്കെ ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ടാണ്. ഇപ്പോൾ 20 പുഷപ്പ് അടിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 20 പുഷപ്പ് അടിച്ചപ്പോഴേക്കും ബോഡി ഫുള്ള് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വർക്കൗട്ട് പിന്നെ ഓരോരോ വർക്കൗട്ടായിട്ട് പിന്നെ ചെയ്ത് പോയി. വർക്കൗട്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പുറത്ത് നല്ല മഴയും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഭയങ്കര രസമാണ്. അപ്പോൾ അതിനുശേഷം വർക്കൗട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് കൂട്ടുകാരനെയും വീട്ടിലാക്കിയിട്ട് ഞാനിപ്പോൾ എൻ്റെ ഗേൾ ഫ്രണ്ടിനെയും കൂട്ടി സ്ഥിരമായിട്ട് വരുന്ന ഒരു ലൊക്കേഷനിൽ വന്നേക്കാണ്. ഇവിടെ വന്നപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. മഴക്കാലത്ത് ഇവിടെ വരാൻ അടിപൊളിയാണ്. 2 സൈഡിലും ഫുള്ള് വെള്ളം കയറി കിടക്കാണ്. നല്ല മഴയും ഈ ഒരു കാഴ്ചയൊക്കെ തന്നെ നല്ല അടിപൊളി ഫീലാണ്. അപ്പം അതിനുശേഷം നമ്മൾ നല്ല ചൂട് ബജ്ജി കഴിക്കാനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ബജ്ജിക്കടയിൽ വന്നേക്കാണ്. മഴയത്ത് ചൂട് ബജ്ജി കഴിക്കുക എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഫീലാണ്. അപ്പോൾ നമ്മൾ ജിമ്മ് തുടങ്ങിയതുകൊണ്ട് തന്നെ പ്രോട്ടീന് വേണ്ടിയിട്ട് മെയിനായിട്ട് മുട്ട ബജ്ജിയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ മുട്ട ബജ്ജി കിടലിനാണ്. ഇവിടെ 4 മുട്ട ബജ്ജിയും കഴിച്ച് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.